നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിലെ ഒരു പ്രധാന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ നൽകിയ 11-ാം അധ്യായം, പാട്ടങ്ങൾ അഥവാ ലീസുകൾ. അതെ, ലീസുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്, പ്രത്യേകിച്ചും പുതിയ സ്റ്റാൻഡേർഡ് വന്നതിന് ശേഷം. ശരിയാണ്. പണ്ടൊക്കെ ഒരുപാട് ഇടപാടുകൾ, വലിയ ബാധ്യതകൾ പോലും കമ്പനികളുടെ ബാലൻസ് ഷീറ്റിന് പുറത്തായിരുന്നു അല്ലേ, ഈ ലീസുകൾ കാരണം? അതെ അതെ, ഓപ്പറേറ്റിംഗ് ലീസ് എന്ന പേരിൽ അതങ്ങനെ പുറത്തു നിർത്തുമായിരുന്നു. ശരിക്കും അതൊരു ബാധ്യതയാണെങ്കിലും. അപ്പോ IFRS 16 വന്നതോടെ ആ ചിത്രം മൊത്തത്തിൽ മാറി. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരു ലെസ്സി, അതായത് പാട്ടത്തിനെടുക്കുന്നയാൾ എങ്ങനെയാണ് ഈ പുതിയ രീതിയിൽ അക്കൗണ്ട് ചെയ്യേണ്ടതെന്നാണ്. ഈ റൈറ്റ് ഓഫ് യൂസ് ആസിറ്റ്, പാട്ടബാധ്യത, ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം? അതെ, അതോടൊപ്പം ചില ഇളവുകളുണ്ട് ചെറിയ പാട്ടങ്ങൾക്കൊക്കെ, അതും നോക്കണം. പിന്നെ ആ വിൽപ്പനയും തിരികെ പാട്ടത്തിനെടുക്കലും, സെയിൽ ആൻഡ് ലീസ് ബാക്ക്, അതും കുറച്ച് സങ്കീർണമാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു കമ്പനിയുടെ സാമ്പത്തിക നില മനസ്സിലാക്കാൻ ഈ പാട്ടക്കണക്കുകൾ എത്രത്തോളം പ്രധാനമാണെന്ന് നോക്കാം. അപ്പൊ തുടങ്ങാമല്ലേ? തീർച്ചയായും. നമുക്ക് അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അതെ. എന്താണ് ശരിക്കും ഒരു പാട്ടം അഥവാ ലീസ്? ലളിതമായി പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു ആസ്തി, ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു മെഷീൻ, അത് ഉപയോഗിക്കാനുള്ള അവകാശം ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒരു നിശ്ചിത പ്രതിഫലത്തിന് പകരമായി കൈമാറുന്ന ഒരു കരാർ, അത്രയുള്ളൂ. ഓക്കെ. ഇതിൽ കൊടുക്കുന്ന ആൾ ലെസ്സർ, വാങ്ങുന്ന ആൾ ലെസ്സി. നമ്മളിന്ന് ലെസ്സിയുടെ കാര്യമാണ് നോക്കുന്നത്. അതെ, ലെസ്സി അക്കൗണ്ടിംഗ്. അപ്പൊ ഈ റൈറ്റ് ഓഫ് യൂസ് അസറ്റ് എന്താണത്? പേര് കേൾക്കുമ്പോൾ ഒരു അവകാശം, അത്രയുള്ളൂ. പാട്ടത്തിനെടുത്ത ആൾക്ക് ആ വസ്തു പാട്ടക്കാലയളവിൽ ഉപയോഗിക്കാനുള്ള റൈറ്റ്. അതിനെയാണ് നമ്മൾ ഒരു ആസ്തിയായിട്ട് കാണുന്നത്. ഇതൊരു ടാഞ്ചിബിൾ അസറ്റ് അല്ല, ഒരു റൈറ്റ് ആണ്. മനസ്സിലായി. അപ്പോ IFRS 16 പറയണത് പാട്ടം തുടങ്ങുമ്പോൾ തന്നെ ലെസ്സി 2 കാര്യങ്ങൾ ബുക്കിൽ കാണിക്കണമെന്നാണോ? അതെ, പാട്ടത്തിന്റെ തുടക്കത്തിൽ തന്നെ, കമൻസ്മെന്റ് ഡേറ്റില് ഒരു പാട്ടബാധ്യതയും ലീസ് ലയബിലിറ്റി, അതിന് ഏകദേശം തുല്യമായ ഒരു റൈറ്റ് ഓഫ് യൂസ് ആസ്തിയും. ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ. ശരി. അപ്പോ ഇവയുടെ പ്രാരംഭ മൂല്യം, ഇനീഷ്യൽ മെഷർമെന്റ്, അതെങ്ങനെയാണ് കണക്കാക്കുക? നമുക്ക് ബാധ്യതയിൽ തുടങ്ങാം. ലയബിലിറ്റി. പാട്ടബാധ്യതയുടെ തുടക്കത്തിലെ മൂല്യം എന്ന് പറഞ്ഞാൽ നമ്മളിനി അങ്ങോട്ട് കൊടുക്കാനുള്ള പാട്ട പേയ്മെന്റുകളില്ലേ? ഭാവിയിലെ വാടക. അതെ, അതിന്റെ എല്ലാം ഇന്നത്തെ വില, പ്രസന്റ് വാല്യൂ, അതാണ് പാട്ടബാധ്യതയുടെ പ്രാരംഭ മൂല്യം. ഈ ഭാവി പേയ്മെന്റുകളിൽ എന്തൊക്കെ വരും? വെറും വാടക മാത്രമാണോ? അല്ല, അതിലെ പലതുമുണ്ടാവാം. ഒന്ന്, ഫിക്സഡ് പേയ്മെന്റ്സ്, ഉറപ്പായ തുക. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഇൻഡെക്സ് വെച്ച് മാറുന്ന തുകയുണ്ടാവാം. വേരിയബിൾ പേയ്മെന്റ്സ് ബേസ്ഡ് ഓൺ ഇൻഡെക്സ് ഓർ റേറ്റ്. ഓക്കെ. പിന്നെ കാലാവധി തീരുമ്പോൾ ഒരു നിശ്ചിത വില കിട്ടുമെന്ന് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തുകയുടെ എതിർപ്പാക്കുന്ന ഭാഗം വരും. വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലോ? നല്ല പോയിന്റ്. പർച്ചേസ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതുപയോഗിക്കാൻ നല്ല സാധ്യതയുണ്ടെന്ന് റീസണബിളി സർട്ടൺ തോന്നുകയാണെങ്കിൽ ആ ഓപ്ഷൻ വിലയുടെ ഇന്നത്തെ മൂല്യം വരും. അതുപോലെ പാട്ടം നേരത്തെ നിർത്താനുള്ള പെനാൽറ്റി അല്ലെങ്കിൽ നീട്ടാനുള്ള ഓപ്ഷൻ ഉപയോഗിക്കുമെന്നുറപ്പുണ്ടെങ്കിൽ ആ കാലയളവിലെ പേയ്മെന്റ്സ്, ഇവയെല്ലാം പരിഗണിക്കണം. ഈ ഭാവിയിലെ തുകകളെ ഇന്നത്തെ വിലയിലേക്ക് മാറ്റാൻ ഒരു പലിശ നിരക്ക് വേണ്ടേ? ഡിസ്കൗണ്ട് റേറ്റ് വേണം, തീർച്ചയായും. അവിടെയാണ് ഡിസ്കൗണ്ട് റേറ്റിന്റെ റോള്. സാധാരണഗതിയിൽ ആ ലീസ് എഗ്രിമെന്റിൽ തന്നെ ഒരു പലിശ നിരക്ക് പറഞ്ഞിട്ടുണ്ടാവും. റേറ്റ് ഇംപ്ലിസിറ്റ് ഇൻ ദ ലീസ് എന്ന് പറയും. ഓക്കെ. അതാണ് ഉപയോഗിക്കേണ്ടത്. ഇനി അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ, ലെസിക്ക് ഏകദേശം അതേപോലെയൊരു ലോൺ എടുക്കാൻ എന്ത് പലിശ കൊടുക്കേണ്ടി വരുമോ ആ നിരക്ക്, അതിനെയാണ് ഇൻക്രിമെന്റൽ ബോറോയിങ് റേറ്റ് എന്ന് പറയുന്നത്. ശരി. അപ്പോ ലയബിലിറ്റി കണക്കാക്കുന്നത് ഇങ്ങനെയാണ്. ഇനി റൈറ്റ് ഓഫ് യൂസ് അസറ്റിന്റെ പ്രാരംഭ മൂല്യമോ? അത് ഈ ലയബിലിറ്റി തന്നെയാണോ? അല്ല, അതിന്റെ കോസ്റ്റാണ് നമ്മൾ എടുക്കുന്നത്. ഈ കോസ്റ്റിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച പ്രാരംഭ പാട്ടബാധ്യതയുടെ തുക വരും. അതൊരു പ്രധാന ഭാഗമാണ്. ഓക്കെ. അതുകൂടാതെ അതോടൊപ്പം പാട്ടം തുടങ്ങുന്നതിന് മുൻപോ അപ്പോഴോ എന്തെങ്കിലും പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വരും. പിന്നെ ഈ ലീസ് ശരിയാക്കാൻ വേണ്ടി വന്ന നേരിട്ടുള്ള ചെലവുകൾ, ഇനിഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ്, ഉദാഹരണത്തിന് വല്ല കമ്മീഷനോ മറ്റോ. പിന്നെ പാട്ടക്കാലം കഴിഞ്ഞ് ആ സാധനം പൊളിച്ചുമാറ്റാനും സ്ഥലം പഴയപടിയാക്കാനും ചെലവ് വരുമെന്ന് എസ്റ്റിമേറ്റ് ഉണ്ടെങ്കിൽ ആ തുകയും കോസ്റ്റിന്റെ ഭാഗമാകും. എന്തെങ്കിലും കുറയ്ക്കാനുണ്ടോ ഈ കോസ്റ്റിൽ നിന്ന്? ഉണ്ട്. പ്രധാനപ്പെട്ട ഒന്നാണ് ലീസ് ഇൻസെന്റീവ്സ്. പാട്ടത്തിന് തന്നയാൾ
എന്തെങ്കിലും ഇൻസെന്റീവ് തന്നിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് മാസത്തെ വാടക ഒഴിവാക്കി തരും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കിട്ടിയ ബെനിഫിറ്റ് ഈ കോസ്റ്റിൽ നിന്ന് കുറയ്ക്കണം. ഈ പാട്ട കാലാവധി ലീസ് ടേം തീരുമാനിക്കുന്നതിൽ ഈ ഓപ്ഷനുകൾക്ക് നല്ല പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് കൃത്യമായി ഉറപ്പിക്കുന്നത്? റീസണബിളി സർട്ടൺ എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ പ്രധാനമാണ്. കാരണം കാലാവധി മാറിയാൽ ഈ കണക്കുകളൊക്കെ മാറും. അപ്പോ റദ്ദാക്കാൻ പറ്റാത്ത കാലയളവ്, നോൺ ക്യാൻസലബിൾ പീരിയഡ് എന്തായാലും എടുക്കണം. ശരി. അതോടൊപ്പം നീട്ടാനുള്ള ഓപ്ഷൻ ടു എക്സ്റ്റെൻഡ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ ന്യായമായ ഉറപ്പുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ ആ കാലാവധി കൂടി കൂട്ടണം. അതുപോലെ നേരത്തെ നിർത്താനുള്ള ഓപ്ഷൻ ടു ടെർമിനേറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കാനാണ് ന്യായമായ ഉറപ്പെങ്കിൽ ആ കാലാവധിയും പാട്ടക്കാലാവധിയുടെ ഭാഗമായി കണക്കാക്കണം. ഈ ന്യായമായ ഉറപ്പ് എന്നതൊരു ജഡ്ജ്മെന്റ് ആണല്ലേ? അതെ, അത് മാനേജ്മെന്റ് തീരുമാനിക്കേണ്ടതാണ്. കമ്പനിയുടെ ബിസിനസ് പ്ലാൻ, ആ ആസ്തിയുടെ പ്രാധാന്യം, വിപണിയിലെ അവസ്ഥ, ഇതൊക്കെ നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. നമുക്ക് ഡൈനാമിക് എന്നൊരു ഉദാഹരണം നോക്കാം. ജാനുവരി 1, 20X1-ന് 2 വർഷത്തേക്ക് പാട്ടമെടുത്തു. 3 വർഷം കൂടി നീട്ടാൻ ഓപ്ഷനുണ്ട്. അത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നു. വാടക ആദ്യ 2 വർഷം $10,000 വീതം, ഓപ്ഷൻ പീരീഡിൽ $15,000 വീതം. വർഷാവസാനമാണ് പേയ്മെന്റ്. ഇനീഷ്യൽ കോസ്റ്റ് $3,000. ബോറോയിങ് റേറ്റ് 5%. അപ്പോൾ കാലാവധി 5 വർഷമാവോ? അതെ, ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ കാലാവധി 2+3 = 5 വർഷം എടുക്കണം. പക്ഷേ നിങ്ങൾ തന്ന നോട്ടിലെ കണക്ക് 3 വർഷം വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ഉദാഹരണം സിമ്പിളാക്കാൻ 3 വർഷം എടുത്തതാവാം. നമുക്ക് ആ 3 വർഷത്തെ കണക്ക് വെച്ച് നോക്കാം. ഓക്കെ, അപ്പം 3 വർഷമാണെങ്കിൽ ആദ്യത്തെ വർഷത്തെ 10,000-ന്റെ PV, രണ്ടാം വർഷത്തെ 10,000-ന്റെ PV, മൂന്നാം വർഷത്തെ 15,000-ന്റെ PV. ഇതെല്ലാം 5% വെച്ച് ഡിസ്കൗണ്ട് ചെയ്യണം. അത് കൂട്ടുമ്പോൾ ഏകദേശം $31,552 വരും. ഇതാണ് പ്രാരംഭ പാട്ടബാധ്യത. അപ്പോ റൈറ്റ് ഓഫ് യൂസ് അസറ്റോ? അതിന്റെ കോസ്റ്റ്, ഈ ബാധ്യത $31,552 പ്ലസ് ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് $3,000 ഈക്വൽ ടു $34,552. അപ്പോൾ എൻട്രി വരുന്നത് ഡെബിറ്റ് ROU അസറ്റ് $34,552, ക്രെഡിറ്റ് ലീസ് ലയബിലിറ്റി $31,552, ക്രെഡിറ്റ് ക്യാഷ് $3,000. ആ ഇനീഷ്യൽ കോസ്റ്റ് കൊടുത്തത്. ശരി, ഇത് തുടക്കത്തിലെ കണക്ക്. ഇനി വർഷാവർഷം എന്ത് സംഭവിക്കും? സബ്സീക്വന്റ് മെഷർമെന്റ്, ലയബിലിറ്റിക്ക് എന്ത് മാറ്റം വരും? ലയബിലിറ്റിയിൽ ഓരോ വർഷവും ബാക്കിയുള്ള തുകയുടെ മുകളിൽ പലിശ കണക്കാക്കും, നമ്മളെടുത്ത അതേ ഡിസ്കൗണ്ട് റേറ്റ് വെച്ച്. ഈ കേസിൽ 5%. ആ പലിശ എവിടെ പോവും? ആ പലിശ ലയബിലിറ്റിയോട് കൂട്ടും. എന്നിട്ട് ലാഭനഷ്ട കണക്കിൽ P&L-ൽ ഒരു ഫിനാൻസ് കോസ്റ്റായിട്ട് കാണിക്കും. നമ്മൾ വർഷാവസാനം വാടക കൊടുക്കുമ്പോൾ ആ ക്യാഷ് പേയ്മെന്റ് ലയബിലിറ്റിയിൽ നിന്ന് കുറയും. അപ്പോൾ ലയബിലിറ്റി കുറഞ്ഞും കൂടിയും ഇരിക്കും. അതെ, പലിശ കൂടും, പേയ്മെന്റ് കുറയും. പിന്നെ പ്രധാനമായിട്ട് ഓരോ വർഷാവസാനം ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ അടുത്ത 12 മാസത്തിനുള്ളിൽ കൊടുക്കേണ്ട ഭാഗം കറന്റ് ലയബിലിറ്റിയായും ബാക്കിയുള്ളത് നോൺ കറന്റ് ലയബിലിറ്റിയായും കാണിക്കണം. ഓക്കെ, ഇനി റൈറ്റ് ഓഫ് യൂസ് അസറ്റിന്റെ കാര്യോ? അതിന് ഡിപ്രിസിയേഷൻ വരുമല്ലോ? വരും. സാധാരണ കോസ്റ്റ് മോഡലാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പ്രാരംഭ കോസ്റ്റിൽ നിന്ന് എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. അതും P&L-ൽ ഒരു എക്സ്പെൻസ് ആയിട്ട് വരും. പിന്നെ ഇമ്പയർമെന്റ് ലോസ്. അതെ, ആസ്തിയുടെ മൂല്യത്തിൽ എന്തെങ്കിലും കാര്യമായ സ്ഥിരമായ കുറവുണ്ടായാൽ, ഇമ്പയർമെന്റ് സംഭവിച്ചാൽ ആ നഷ്ടവും രേഖപ്പെടുത്തണം. സാധാരണ ഫിക്സഡ് അസറ്റ് പോലെ തന്നെ. ഡിപ്രിസിയേഷൻ ഏത് കാലയളവിലാണ് കണക്കാക്കേണ്ടത്? പാട്ടക്കാലയളവിലോ അതോ ആസ്തിയുടെ മൊത്തം ലൈഫിലോ? അത് ശ്രദ്ധിക്കണം. പാട്ടം തീരുമ്പോൾ ഉടമസ്ഥാവകാശം ലെസിക്ക് കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ വാങ്ങാനുള്ള ഓപ്ഷൻ ഉപയോഗിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, അപ്പോ ആസ്തിയുടെ മുഴുവൻ യൂസ്ഫുൾ ലൈഫിലും ഡിപ്രീഷിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിലോ? അതല്ലെങ്കിൽ പാട്ടക്കാലാവധി അല്ലെങ്കിൽ ആസ്തിയുടെ യൂസ്ഫുൾ ലൈഫ്, ഇതിൽ ഏതാണോ കുറവ് ആ കാലയളവിൽ ഡിപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം അത്രയും കാലമേ അത് ഉപയോഗിക്കുന്നുള്ളൂ. റിയാദ് എന്നൊരു ഉദാഹരണം കൂടി നോക്കാം. 4 വർഷത്തെ പാട്ടം, വർഷാവസാനം $2,000 വാടക, PV $5,710, പലിശ നിരക്ക് 15%. അപ്പോൾ ആസ്തിയും ബാധ്യതയും 5,710-ൽ തുടങ്ങുന്നു. ശരി. അപ്പോൾ ആസ്തിയുടെ വാർഷിക ഡിപ്രീസിയേഷൻ = 5,710 / 4 വർഷം =
$1428. ഇത് PNL-ൽ പോകും. ബാധ്യതയോ? ആദ്യ വർഷം 20x2 അവസാനം. ആദ്യ വർഷത്തെ പലിശ = 5710 15% = $857. ഇതും PNL-ൽ ഫിനാൻസ് കോസ്റ്റ്. വർഷാവസാനം $2000 അടച്ചു. അപ്പോൾ പുതിയ ബാക്കി = 5710 പ്ലസ് 857 മൈനസ് $2000 = $4567. ഈ 4567-നെ കറണ്ടും നോൺ കറണ്ടുമായി തിരിക്കണം അല്ലേ? അതെ, അടുത്ത വർഷത്തെ പേയ്മെന്റിലെ പ്രിൻസിപ്പൽ ഭാഗം കറണ്ട്, ബാക്കി നോൺ കറണ്ട്. അതാ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം $1315 കറണ്ടും $3252 നോൺ കറണ്ടുമായി വരും. ബാലൻസ് ഷീറ്റിൽ ആസ്തിയുടെ നെറ്റ് ബുക്ക് വാല്യൂ 5710 മൈനസ് 1428 = $4282 കാണിക്കും. എല്ലാ പാട്ടത്തിനും ഇത്രയും കണക്കുകൾ വേണോ? ഒരു ചെറിയ ടാബ്ലറ്റ് അല്ലെങ്കിൽ ഓഫീസിലൊരു കോഫി മെഷീൻ പാട്ടത്തിനെടുത്താലോ? ഇല്ലില്ല, അവിടെയാണ് ഇളവുകൾ വരുന്നത്. റെക്കഗ്നിഷൻ എക്സംഷൻസ് 2 തരമുണ്ട്. ഏതൊക്കെയാണത്? ഷോർട്ട് ടേം ലീസ്, അതായത് പാട്ടം തുടങ്ങുമ്പോൾ 12 മാസമോ അതിൽ കുറവോ കാലാവധിയുള്ളത്. അതിൽ പർച്ചേസ് ഓപ്ഷൻ ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത്തേതോ? ലീസ് ഓഫ് ലോ വാല്യൂ അസറ്റ്സ്, കുറഞ്ഞ വിലയുള്ള ആസ്തികളുടെ പാട്ടം. ഈ ഇളവ് കിട്ടിയാൽ അക്കൗണ്ടിംഗ് എങ്ങനെയാണ്? വളരെ സിമ്പിൾ. റൈറ്റ് ഓഫ് യൂസ് അസറ്റോ പാട്ടബാധ്യതയോ രേഖപ്പെടുത്തുകയേ വേണ്ട. ഓഹോ, പിന്നെന്തു ചെയ്യണം? ആ പാട്ട പേയ്മെന്റ്സ്, ആ വാടക, അത് ചെലവായിട്ട് PNL-ൽ കാണിച്ചാൽ മതി. സാധാരണയായി നേർരേഖാടിസ്ഥാനത്തിൽ സ്ട്രെയിറ്റ് ലൈൻ ബേസിസിൽ കാണിക്കും. അതായത് മൊത്തം പേയ്മെന്റിന് കാലാവധി കൊണ്ട് ഹരിച്ച് ഓരോ വർഷവും തുല്യമായി കാണിക്കാം. അല്ലെങ്കിൽ അടയ്ക്കുന്നതിനനുസരിച്ചും കാണിക്കാം. ഈ കുറഞ്ഞ മൂല്യമെന്ന് പറയുമ്പോൾ എത്രയാണ് ഏകദേശം? സ്റ്റാൻഡേർഡ് എമൗണ്ട് പറയുന്നില്ല. പക്ഷേ ഗൈഡൻസ് പറയുന്നത് ആ സാധനം പുതിയതായിരിക്കുമ്പോൾ ഒരു $5000 അതിൽ താഴെയോ വിലയുള്ളതാണെങ്കിൽ ലോ വാല്യൂ ആയി കണക്കാക്കാം എന്നാണ്. ഉദാഹരണങ്ങൾ: ടാബ്ലറ്റ്, സാധാരണ കമ്പ്യൂട്ടർ, ഓഫീസ് ഫോൺ, ചെറിയ ഫർണിച്ചർ, പ്രിന്റർ ഒക്കെ വരാം. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാർ, അത് പഴയതാണെങ്കിലും പുതിയപ്പോൾ വില കൂടുതലായിരുന്നെങ്കിൽ അത് ലോ വാല്യൂ ആവില്ല. മനസ്സിലായി. അപ്പോ ടാഗ ടെലിഫോൺ പാട്ടത്തിനെടുത്ത ഉദാഹരണം, ലോ വാല്യൂ 2 വർഷം ഏപ്രിൽ 1, 2000 തുടങ്ങി $2000 അപ്പോ കൊടുത്തു. പിന്നെ 8,000 പേയ്മെന്റ് 2000 ഡിസംബർ 31. ഇത് ലോ വാല്യൂ ആയതുകൊണ്ട് സിമ്പിൾ മെത്തേഡ് മതി. ആകെ പേയ്മെന്റ് = 2000 പ്ലസ് 8000 പ്ലസ് 8000 = 18,000. 2 വർഷത്തേക്ക്. അപ്പോൾ വാർഷിക ചെലവ് $9,000. 2000 പാട്ടം തുടങ്ങിയത് ഏപ്രിലാണ്. അപ്പോൾ ആ വർഷം 9 മാസമേ ഉള്ളൂ. അതെ, അപ്പോ 9 മാസത്തെ ചെലവ് $9,000 into 9/12 = $6,750. ഇതാണ് XR-ലെ P&L-ൽ വേണ്ട ചെലവ്. പക്ഷേ ആ വർഷം കൊടുത്തത് $2,000 മാത്രമാണ്. അപ്പോ ബാക്കി $4,750. അത് കൊടുക്കാനുള്ളതായിട്ട് ഒരു അക്രൂവൽ എക്സ്പെൻസ് ആയിട്ട് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. വർഷത്തിന്റെ ഇടയ്ക്ക് തുടങ്ങിയാൽ ഈ ഡിപ്രിസിയേഷനും പലിശയുമൊക്കെ ആനുപാതികമായി എടുക്കണമെന്നും ഓർക്കണമല്ലോ. അതെ, ഫുൾ അക്കൗണ്ടിംഗ് ചെയ്യുകയാണെങ്കിൽ. ഷഹീൻ ലിമിറ്റഡ് ഉദാഹരണം പോലെ ഒക്ടോബർ 1-നാണ് തുടങ്ങിയതെങ്കിൽ ഡിസംബർ 31-ന് അവസാനിക്കുന്ന വർഷം 3 മാസത്തെ പലിശയും ഡിപ്രിസിയേഷനുമേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ആ സങ്കീർണമായ ഇടപാട് നോക്കാം. സെയിൽ ആൻഡ് ലീസ് ബാക്ക്, വിൽപ്പനയും തിരികെ പാട്ടത്തിനെടുക്കലും. സ്വന്തം സാധനം വിറ്റിട്ട് അത് തന്നെ വാടകയ്ക്കെടുക്കുക. എന്തിനായിരിക്കും കമ്പനികൾ ഇത് ചെയ്യുന്നത്? പ്രധാനമായും ഫണ്ട് കണ്ടെത്താൻ. ഒരു കെട്ടിടമുണ്ടെന്ന് കരുതുക. അത് വിറ്റാൽ നല്ലൊരു തുക കിട്ടും. പക്ഷെ ആ കെട്ടിടം തുടർന്ന് ഉപയോഗിക്കുകയും വേണം. അപ്പോൾ എന്തു ചെയ്യും? അത് വാങ്ങിയ ആളുടെ കയ്യിൽ നിന്ന് തന്നെ തിരിച്ചു വാടകയ്ക്കെടുക്കും. അതെ, അതാണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക്. പണവും കിട്ടി, ആസ്തിയുടെ ഉപയോഗവും തുടർന്നു. ഇതിന്റെ അക്കൗണ്ടിംഗ് സാധാരണ വിൽപ്പന പോലെയല്ല, അല്ലേ? അല്ലേ. ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇത് IFRS 15 അനുസരിച്ച് ഒരു യഥാർത്ഥ വിൽപ്പനയാണോ എന്നാണ്. ആസ്തിയുടെ നിയന്ത്രണം ശരിക്കും കൈമാറ്റം ചെയ്യപ്പെട്ടോ എന്ന് നോക്കണം. വിൽപ്പനയായി കണക്കാക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ത് സംഭവിക്കും? ഇതൊരു യഥാർത്ഥ വിൽപ്പനയല്ലെങ്കിൽ വിറ്റ സ്ഥാപനം ആ ആസ്തി ബുക്കിൽ നിന്ന് മാറ്റില്ല. അത് അവരുടെ കയ്യിൽ തന്നെ ഉള്ളതായി കണക്കാക്കും. കിട്ടിയ പണം ഒരു ലോൺ എടുത്തതുപോലെ ഒരു ഫൈനാൻഷ്യൽ ലയബിലിറ്റി ആയിട്ട് കാണിക്കും. തിരിച്ചു വാടകയായി കൊടുക്കുന്ന പണം ആ ലോണിന്റെ തിരിച്ചടവ് പോലെ ട്രീറ്റ് ചെയ്യും.
ശരിക്കും ഒരു ഫിനാൻസിംഗ് അറേഞ്ച്മെന്റ് പോലെ. അതെ, ഒരു സെക്യൂർഡ് ലോൺ പോലെ. ഇനി വിൽപ്പനയായിട്ട് യോഗ്യത നേടിയാലോ? വിൽപ്പനയാണെങ്കിൽ വിറ്റ സ്ഥാപനം സെലർ ലെസ്സി ആ ആസ്തിയുടെ പഴയ ക്യാരിങ് എമൗണ്ട് ബുക്കിൽ നിന്ന് മാറ്റണം, റെക്കഗ്നൈസ് ചെയ്യണം. പക്ഷേ അവരത് തിരികെ പാട്ടത്തിനെടുക്കുന്നുണ്ടല്ലോ. അപ്പോ ഒരു റൈറ്റ് ഓഫ് യൂസ് അസറ്റ് വരുമല്ലോ? വരും. പക്ഷേ അതിന്റെ മൂല്യം മുഴുവൻ ആസ്തിയുടേതല്ല. അവർ തിരികെ പാട്ടത്തിനെടുത്തതിലൂടെ നിലനിർത്തിയ അവകാശങ്ങൾക്ക് ആനുപാതികമായ ഒരു റൈറ്റ് ഓഫ് യൂസ് അസറ്റാണ് രേഖപ്പെടുത്തേണ്ടത്. അതെങ്ങനെ കണക്കാക്കും? പഴയ ആസ്തിയുടെ ക്യാരിയിങ് എമൗണ്ടിനെ പാട്ടബാധ്യതയുടെ PVയും ആസ്തിയുടെ ഫെയർ വാല്യൂവും തമ്മിലുള്ള അനുപാതം കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് എത്ര ഭാഗം അവകാശം നിലനിർത്തിയോ അത്രയും ഭാഗം പഴയ കോസ്റ്റ് പുതിയ ROU അസറ്റിന് കൊടുക്കുന്നു. അതോടൊപ്പം സാധാരണ പോലെ ഒരു പാട്ടബാധ്യതയും വരും. അപ്പൊ ലാഭമോ നഷ്ടമോ? വിൽപ്പടയല്ലേ, ലാഭം വരില്ലേ? വരാം. പക്ഷേ മുഴുവൻ ലാഭവും അപ്പം തന്നെ എടുക്കാൻ പറ്റില്ല. വാങ്ങിയ ആൾക്ക് കൈമാറിയ അവകാശങ്ങൾക്ക് റൈറ്റ്സ് ട്രാൻസ്ഫർ ടു ദ ബയർ ലെസറിന് ആനുപാതികമായ ലാഭം അല്ലെങ്കിൽ നഷ്ടം മാത്രമേ P&Lൽ കാണിക്കാൻ പാടുള്ളൂ. നമ്മൾ നിലനിർത്തിയ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ലാഭം അപ്പോൾ റെക്കഗ്നൈസ് ചെയ്യില്ല. ബ്ലാങ്ക് എന്ന ഉദാഹരണം നോക്കാം. $800,000 ക്യാരിയിങ് എമൗണ്ടും $1 മില്യൺ ഫെയർ വാല്യൂമുള്ള ഉപകരണം 1 മില്യൺ വിറ്റു, തിരികെ 4 വർഷത്തേക്ക് പാട്ടത്തിനെടുത്തു. പാട്ടബാധ്യതയുടെ PV $650,000. ഇത് വിൽപ്പനയാണ്. ശരി. വിൽപ്പനയായതുകൊണ്ട് $800,000 ഉപകരണം ക്രെഡിറ്റ് ചെയ്ത് ഒഴിവാക്കണം. ക്യാഷ് കിട്ടിയത് 1 മില്യൺ ഡെബിറ്റ് ചെയ്യണം. പാട്ടബാധ്യത 650,000 ക്രെഡിറ്റ് ചെയ്യണം. ഇനി റൈറ്റ് ഓഫ് യൂസ് അസറ്റ്. അതിന്റെ കണക്ക്. പാട്ടബാധ്യത PV ഫെയർ വാല്യൂ, പഴയ ക്യാരിയിങ് എമൗണ്ട്. അതായത് $650,000, $1 മില്യൺ, $800,000 ഈക്വൽ ടു $520,000. ഇത് ഡെബിറ്റ് ചെയ്യണം. അപ്പോ ഡെബിറ്റും ക്രെഡിറ്റും ടാലി ആവുന്നില്ലല്ലോ. 1 മില്യൺ പ്ലസ് 520,000 ഡെബിറ്റ്, 800,000 പ്ലസ് 650,000 ക്രെഡിറ്റ്. വ്യത്യാസം. $1,520,000, $1,450,000 ഈക്വൽ ടു $70,000. അതാണ് P&Lൽ വരുന്ന ലാഭം, ഗെയിൻ ഓൺ ഡിസ്പോസൽ. ഇത് കൈമാറിയ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ലാഭം മാത്രമാണ്. ഓക്കെ, അപ്പോ സെയിൽ ആൻഡ് ലീസ് ബാക്ക് കുറച്ച് ശ്രദ്ധിക്കണം. അതെ. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായും ലീസ് അക്കൗണ്ടിങ്ങിലെ കാര്യങ്ങളാണ് നോക്കിയത്. മിക്കവാറും എല്ലാ ലീസിനും ROU അസറ്റും ലയബിലിറ്റിയും വരും. അതിന്റെ ഇനീഷ്യൽ മെഷർമെന്റ്, സബ്സിക്വന്റ് മെഷർമെന്റ്, പിന്നെ അയളവുകൾ, ഷോർട്ട് ടേം, ലോ വാല്യൂ, അവസാനം സെയിൽ ആൻഡ് ലീസ് ബാക്ക്. ഈ പുതിയ നിയമങ്ങൾ വന്നതോടെ കമ്പനികളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾക്ക് ഒരുപാട് മാറ്റം വന്നു അല്ലേ? പണ്ടു കാണാതിരുന്ന പല ബാധ്യതകളും ഇപ്പോൾ ബാലൻസ് ഷീറ്റിൽ കാണാം. തീർച്ചയായും കൂടുതൽ സുതാര്യത വന്നു എന്ന് പറയാം. ഒരു കമ്പനിയുടെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ലിവറേജ് റേഷ്യോസ് ഒക്കെ മാറും. ശരിയാണ്. അപ്പോ ഈ കണക്കുകളൊക്കെ മനസ്സിലാക്കുന്നത് ഒരു കമ്പനിയെ വിലയിരുത്തുമ്പോൾ പ്രധാനാണ്. നിങ്ങളിത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു കമ്പനിയുടെ പാട്ടബാധ്യതകൾ ബാലൻസ് ഷീറ്റില് വ്യക്തമായി കാണിക്കുന്നത് ആ കമ്പനിയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിനെ മാറ്റുന്നുണ്ടോ? ഇത് കൂടുതൽ നല്ലതാണോ അതോ കാര്യങ്ങൾ വെറുതെ സങ്കീർണമാക്കുകയാണോ? ഈ വിവരങ്ങൾ അവതരിപ്പിക്കുന്ന രീതിക്ക് പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും പാട്ടങ്ങളുടെ ഈ ലോകത്തിലേക്ക് ഞങ്ങളോടൊപ്പം വന്നതിന് വളരെ നന്ദി. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി കാണാം.